ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട് ആണ്. അപ്പോൾ എന്താണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്ന വൗച്ചേഴ്സ്, എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത് എന്നുള്ളത് ടാലി ഓപ്പൺ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ടാലി പ്രൈം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ടാലി പ്രൈമിൽ തന്നെ മാക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി സെലക്ട് ചെയ്തിട്ടുണ്ട്. മാക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി പ്രീവിയസ് വീഡിയോസിലെല്ലാം ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് പർച്ചേസ് ആൻഡ് സെയിൽസ് വൗച്ചർ ചെയ്തു, എൻട്രി ചെയ്തു, ലെഡ്ജർ ക്രിയേഷൻ ചെയ്തു. ഇതിനൊക്കെ ഞാൻ ഈ മാക്സ് ലിമിറ്റഡ് കമ്പനിയിൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ ഇനി ഈ പോർഷനും ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി എന്താണ് ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ ഞാൻ ആദ്യം ഒന്ന് വൗച്ചേഴ്സ് ഓപ്പൺ ചെയ്യട്ടെ. വൗച്ചേഴ്സ് ഓപ്പൺ ചെയ്യാനായി ഒന്നുകിൽ നിങ്ങൾക്ക് ഗോ ടു ബട്ടൺ യൂസ് ചെയ്യാം. ഷോർട്ട് കീ എന്ന് പറയുന്നത് Alt+G. ഇല്ലാന്നുണ്ടെങ്കിൽ ഗേറ്റ് വ്യൂ ടാലിക്കകത്ത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഹെഡിനകത്ത് വൗച്ചേഴ്സ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗേറ്റ് വ്യൂ ടാലിക്കകത്ത് നിന്നുകൊണ്ട് വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്ന അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സെയിൽസ് എന്ന് പറയുന്ന വൗച്ചറാണ്. കാണാം, അക്കൗണ്ടിങ് വൗച്ചർ ക്രിയേഷനകത്ത് സെയിൽസ് എന്ന് പറയുന്ന വൗച്ചറാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഡെബിറ്റ് നോട്ടിലാണ് പോകുന്നത്. ഡെബിറ്റ് നോട്ടാണ് നമുക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഡെബിറ്റ് നോട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ ബട്ടൺ ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള വൗച്ചേഴ്സ് എന്ന് പറയുമ്പോൾ കോൺട്രാ, പേയ്മെൻറ്റ്, റെസീറ്റ്, ജേണൽ, ദെൻ സെയിൽസ്, പർച്ചേസ്, ഇത്രയാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് ഡിസ്പ്ലേയിൽ ഇപ്പം വന്നിട്ടുള്ളത്. ഡെബിറ്റ് നോട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്ന രണ്ട് വൗച്ചേഴ്സ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ഇല്ല. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുവരാനായിട്ട് അതർ വൗച്ചേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡിൽ ഫംഗ്ഷൻ കീ F10 പ്രസ് ചെയ്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ മൗസ് കൊണ്ടുപോയി അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അതർ വൗച്ചേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുവാണ്. അത് വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. ഇതെല്ലാം അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ആണ്. പിന്നെ അകത്ത് എനിക്ക് വേണ്ടത് ആദ്യം ഡെബിറ്റ് നോട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ ഡെബിറ്റ് നോട്ട് ചെയ്ത് കാണിക്കാം. ഡെബിറ്റ് നോട്ട് ചെയ്യാനായിട്ട് അതിന് ഷോർട്ട് കീ ഉണ്ട്, Alt+F5 ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇനി എൻ്റർ ചെയ്യുവാണ്. നമുക്ക് ഡെബിറ്റ് നോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഡെബിറ്റ് നോട്ട് എന്നുള്ളത് പറയാം. ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം റീസൺ, എന്തെങ്കിലും ഒരു റീസൺ കാരണം നമ്മളത് റിട്ടേൺ ചെയ്യുക. മേ ബി എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിനേക്കാളും കൂടുതൽ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടാവാം, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും എമൗണ്ട് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് അതിൽ നമ്മുടെ എമൗണ്ടുമായിട്ടൊന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർട്ടൺ നമ്പർ ഓഫ് ഗുഡ്സ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ റിട്ടേൺ ചെയ്യുന്ന പർച്ചേസ് റിട്ടേൺ എന്ന് പറയും. ഇപ്പോൾ പർച്ചേസ് റിട്ടേൺ ചെയ്യുന്ന പർച്ചേസ് റിട്ടേൺ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്ന വൗച്ചറിലാണ്. ഓക്കെ, അപ്പോൾ ഇനി ഒരു എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ പർച്ചേസ് വൗച്ചർ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓൾറെഡി പർച്ചേസ് ആൻഡ് സെയിൽസ് വൗച്ചേഴ്സ് വിത്ത് GST ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ദയവ് ചെയ്തൊന്ന് കാണുക. പർച്ചേസ് ചെയ്തത് കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യുന്നില്ല. അപ്പോൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിൽ നിന്ന് തന്നെ ഞാനത് റിട്ടേൺ ചെയ്ത് കാണിക്കുവാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു വൗച്ചർ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കാറ് വൗച്ചർ ഡേറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനിവിടെ വൗച്ചർ ഡേറ്റ് കൊടുക്കാം. വൗച്ചർ ഡേറ്റ് കൊടുക്കുന്ന ഷോർട്ട് കീ എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ F2 കൊടുത്തു ഒരു ഡേറ്റ് കാണിക്കുവാണ്. 1/5/2020 എന്ന് പറഞ്ഞൊരു ഡേറ്റ് കാണിച്ചു. ഓക്കെ, ഇനി പാർട്ടി നെയിം. അപ്പോൾ ഓൾറെഡി ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഒമേഗ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ നിന്നാണ്. ഈ ഒരു ഒമേഗ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സൺട്രി ക്രെഡിറ്ററിൻ്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു എൻട്രി ആയിരുന്നു പ്രീവിയസ് വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ ഒമേഗ സിസ്റ്റത്തിന് തന്നെ ഒരു സ്റ്റോക്ക് ഒരു സർട്ടൺ നമ്പർ ഓഫ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിന് എൻട്രി സ്ക്രീനിൽ വരുന്നുണ്ട്, റിട്ടേൺ ദ ഫോളോയിങ് ഐറ്റംസ് ടു ഒമേഗ സിസ്റ്റം. ഈ പറയുന്ന സ്റ്റോക്കാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം പാർട്ടി സെലക്ട് ചെയ്യുന്നു, ഒമേഗ സിസ്റ്റം സെലക്ട് ചെയ്തു. ഞാൻ ജസ്റ്റ് കൊടുക്കുന്നില്ല, ചെയ്തു, ടൈപ്പ് ചെയ്തു. ഇനി ലെഡ്ജർ കൊടുക്കുമ്പോൾ നമ്മൾ പർച്ചേസ് റിട്ടേൺ ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ്. ഷോർട്ട് കീ എന്ന് പറയുന്ന Alt+C, ദെൻ നെയിം ഫീൽഡിൽ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞ് എൻട്രി ചെയ്യും. പർച്ചേസ് റിട്ടേൺ അണ്ടർ പർച്ചേസ് അക്കൗണ്ട്, ടൈപ്പ് ഓഫ് ലെഡ്ജർ നോട്ട് ആപ്ലിക്കബിൾ. ഇപ്പോൾ പർച്ചേസ് റിട്ടേൺ ആൻഡ് പർച്ചേസ് രണ്ടും തന്നെ പർച്ചേസ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് വരുന്നത്.
ഇനി പർച്ചേസ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് നോട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് എന്തോ ആയിക്കോട്ടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് GSTയും കൂടെ ആപ്ലിക്കബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കബിൾ ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ GSTയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ GSTയും കൂടെ പർച്ചേസ് റിട്ടേണിൽ നിന്ന് എൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. കാരണം പർച്ചേസ് ചെയ്തപ്പോൾ GST ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റിട്ടേൺ ചെയ്യുമ്പോൾ ആ GSTയും കൂടെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യണമല്ലോ, അതും കൂടെ മൈനസ് ആകണം. അതുകൊണ്ട് തന്നെ GST ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ GST ആപ്ലിക്കബിൾ ആക്കുക. സെറ്റ് ഓർ ഓൾട്ടർ GST ഡീറ്റെയിൽസ് എസ് കൊടുക്കുക. GSTയുടെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർക്ക് അത് വാച്ച് ചെയ്യുക കേട്ടോ. ദെൻ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ പർച്ചേസ് ടാക്സബിൾ കൊടുക്കുക. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ പർച്ചേസ് ടാക്സബിൾ. ദെൻ നമ്മുടെ ടാക്സ് എന്ന് പറയുമ്പോൾ 15% ആണ്. ദെൻ സെൻട്രൽ ടാക്സ് സ്റ്റേറ്റ് ടാക്സ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്, കാരണം നമ്മുടെ ഇൻവെൻറ്ററി ആയതുകൊണ്ട്. ദെൻ ഗുഡ്സ് സെലക്ട് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യുക. ദെൻ അക്സെപ്റ്റ്. ഇനി ഏത് ഐറ്റമാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് ലാപ്ടോപ്പ് ബാറ്ററി എന്ന് പറയുന്ന സ്റ്റോക്കാണ് റിട്ടേൺ ചെയ്യുന്നത്. സോ ഞാനവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലിസ്റ്റ് ഓഫ് ലെജർ വരുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ടോ അത് വരുന്നുണ്ട്. ലാപ്ടോപ്പ് ബാറ്ററി സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. 100 ആണ് നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി. റിട്ടേൺ ചെയ്ത് കഴിയുമ്പോൾ അത് മൈനസ് ആകും. അത് നമുക്ക് റിട്ടേൺ ചെയ്തതിന് ശേഷം റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ലാപ്ടോപ്പ് ബാറ്ററി സെലക്ട് ചെയ്തു. ഗോഡൗൺ ഏത് ഗോഡൗണിലാണോ നമ്മൾ ഏത് ഗോഡൗണിൽ നിന്നാണ് ഇപ്പോൾ റിട്ടേൺ ചെയ്യുവാണല്ലോ, ഗോഡൗണിൽ നിന്നാണ് റിട്ടേൺ ചെയ്യുന്ന ആ ഗോഡൗൺ സെലക്ട് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇവിടെ ഏത് ഗോഡൗണിലാന്ന് നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം സൗത്ത് എന്ന് പറയുന്ന ഗോഡൗണിലാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ റിട്ടേൺ ചെയ്യുവാണ്. ദെൻ ക്വാണ്ടിറ്റി നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് 5 ആണ്. റേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. പർച്ചേസ് ചെയ്ത റേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. സോ ടോട്ടൽ എമൗണ്ട് അവിടെ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. എൻ്റർ ചെയ്യുക. ഇത് ഒരു തവണ കൂടെ ഇനി എൻ്റർ ചെയ്യുക. നമ്മുടെ സ്ക്രീനിലോട്ട് തിരിച്ച് നമ്മുടെ വൗച്ചറിലോട്ട് വന്നു. അഗെയിൻ നമുക്ക് ഇനിയും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വീണ്ടും കാണിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ലെഡ്ജേഴ്സ് എനിക്ക് കൊടുക്കേണ്ടത് GST ലെഡ്ജേഴ്സ് ആണ്. സോ വീണ്ടും ഞാൻ ഒരു തവണ കൂടെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ലെഡ്ജർ ഫീൽഡിലോട്ട് വന്നു. ഇനി എനിക്ക് വേണ്ട CGST അക്കൗണ്ടാണ്. CGST അവിടെ നിന്ന് സെലക്ട് ചെയ്തു. എമൗണ്ട് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. SGST സെലക്ട് ചെയ്തു. ഓട്ടോമാറ്റിക്കലി എമൗണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ റിട്ടേൺ എമൗണ്ട് എന്ന് പറയുന്നത് 11,800, അതായത് നമ്മുടെ സ്റ്റോക്കിൻ്റെ എമൗണ്ട് പ്ലസ് അതിൻ്റെ GST. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് മോഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിക്കാം. വൗച്ചർ മോഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള എൻട്രി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ആ വൗച്ചർ മോഡിലോട്ട് ജസ്റ്റ് കൊണ്ടുപോയി കാണിക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി വന്നിട്ടുള്ളത്. ഒമിഗ സിസ്റ്റംസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പർച്ചേസ് ടു CGST ടു GST. അപ്പോൾ കറക്റ്റായിട്ട് ജേണൽ എൻട്രി വന്നിട്ടില്ലേ? അപ്പോൾ ഇവിടെ ഒന്നുകൊണ്ടൊന്നെങ്കിൽ സേവ് ചെയ്യാം, ഇല്ലെങ്കിൽ തിരിച്ച് ചേഞ്ച് മോഡിൽ പോയി നമ്മുടെ ഇൻവോയ്സ് മോഡിൽ പോയിട്ട് ഐറ്റം ഇൻവോയ്സ് ആണ്, ഇൻവോയ്സ് മോഡിൽ പോയിട്ട് അതിൽ സേവ് ചെയ്യാം. ഓക്കെ, ഞാൻ കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. എഗെയിൻസ്റ്റ് ആണ്, സേവ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡെബിറ്റ് നോട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ക്രെഡിറ്റ് നോട്ട്. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ക്രെഡിറ്റ് നോട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ക്രെഡിറ്റ് നോട്ടും അതർ വൗച്ചേഴ്സിൽ പോയാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ അതർ വൗച്ചേഴ്സ് എടുത്തു, അതിനകത്ത് ക്രെഡിറ്റ് നോട്ട് സെലക്ട് ചെയ്തു. ഷോർട്ട് കീ എന്ന് പറയുന്നത് Alt+F6 ആണ്. ഓക്കെ, ക്രെഡിറ്റ് നോട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേണിൻ്റെ നേരെ അതായത് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് സെയിൽസ് റിട്ടേൺ ആണ്. ഓൾറെഡി നമ്മൾ സെയിൽ ചെയ്ത സാധനം നമ്മുടെ കസ്റ്റമർ നമുക്ക് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്രെഡിറ്റ് നോട്ട് വൗച്ചറിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വൗച്ചർ ഡേറ്റ് കൊടുക്കാം. വൗച്ചർ ഡേറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെയും ഓൾറെഡി ഞാൻ ക്രെഡിറ്റ് നോട്ട് സെയിൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് ചെയ്തപ്പോൾ കസ്റ്റമർ എന്ന് പറയുന്നത് ബ്രൈറ്റ് ഇൻഫോ ലൈൻ എന്ന് പറയുന്ന കസ്റ്റമറിനാണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രൈറ്റ് ഇൻഫോ ലൈൻ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്തതിനായിട്ടാണ് എക്സാമ്പിളായിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ നമ്മുടെ എക്സാമ്പിൾ വരുന്നുണ്ട്. അപ്പോൾ പാർട്ടി നെയിമിൽ ബ്രൈറ്റ് ഇൻഫോ ലൈൻ സെലക്ട് ചെയ്യുക. ലിസ്റ്റ് ഓഫ് ലെജറിൽ ഓൾറെഡി വന്നിട്ടുണ്ടല്ലേ ബ്രൈറ്റ് ഇൻഫോ ലൈൻ, സെലക്ട് ചെയ്ത് കാണിക്കുക. സ്കിപ്പ് ചെയ്തു. ദെൻ ലെജർ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ സെയിൽസ് റിട്ടേൺ ആണ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ ലെജർ അക്കൗണ്ട് ഫീൽഡിൽ നിന്ന് നമുക്ക് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. Alt+C കൊടുക്കുക. അവിടെ നിന്ന് ലെജർ ക്രിയേഷനിലെ നെയിം ഫീൽഡിനകത്ത് സെയിൽസ് റിട്ടേൺ കൊടുക്കാം. സെയിൽസ് റിട്ടേണിൻ്റെ അണ്ടർ എന്ന് പറയുന്ന സെയിൽസ് അക്കൗണ്ട് തന്നെ സെയിൽസും സെയിൽസ് റിട്ടേണും സെയിൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ തന്നെ നമുക്ക് കൊടുക്കാം. ഇതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ നമുക്ക് GST ആപ്ലിക്കബിൾ ആണ്. GSTയും കൂടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ GST ആക്റ്റീവ് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ GST ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. GST ആപ്ലിക്കബിൾ ആണ്. സെറ്റ് ഓർ ഓൾട്ടർ GST ഡീറ്റെയിൽസ് എസ് കൊടുക്കുക.
നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ സെയിൽസ് ടാക്സബിൾ കൊടുക്കാം. ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ് 80, സെൻട്രൽ ടാക്സ് സ്റ്റേറ്റ് ടാക്സ് വന്നിട്ടുണ്ട്, എൻട്രി ചെയ്യാം. ടൈപ്പ് ഓഫ് സപ്ലൈ കൊടുക്കുന്നു, അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഏത് ഐറ്റമാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്? ഞാനിവിടെ റിട്ടേൺ ചെയ്തിരിക്കുന്ന എക്സാമ്പിളായിട്ട് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാധനം, ഒരു ഐറ്റം നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോക്ക് തന്നെ റിട്ടേൺ ചെയ്യുന്നതായിട്ട് കാണിക്കുവാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു സ്റ്റോക്ക് 240 GB 2.5 ഇഞ്ച് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 120 ആണുള്ളത്. അപ്പോൾ സെയിൽസ് റിട്ടേൺ ചെയ്തതിന് ശേഷം ഇവിടെ കൂടും അല്ലേ? സെയിൽസ് റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് കൂടുന്നു, അതേസമയം പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോൾ സ്റ്റോക്ക് കുറയുന്നു. അപ്പോൾ നേരത്തെ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പർച്ചേസ് റിട്ടേൺ ചെയ്ത സമയത്ത് നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ലാപ്ടോപ്പ് ബാറ്ററി 100 ആയിരുന്നു, അത് കുറഞ്ഞിട്ടുണ്ടാവും, അത് നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ 120 ആണുള്ളത്. ഇവിടെ സെയിൽസ് റിട്ടേൺ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഇവിടെ സ്റ്റോക്ക് കുറയും. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്റ്റോക്ക് എൻട്രി ചെയ്യുവാണ്. ഏത് ഗോഡൗൺ ആണെന്ന് നോക്കാം. ഗോഡൗൺ എറണാകുളം സൗത്ത് തന്നെയാണ്. ഗോഡൗൺ ഉണ്ടെങ്കിൽ അത് കാണിക്കാം. അപ്പോൾ ഞാൻ ഗോഡൗൺ വെച്ചിട്ടാണ് വൗച്ചറൊക്കെ ഇട്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് ഞാൻ റിട്ടേൺ ചെയ്യുന്നത്, കസ്റ്റമർ റിട്ടേൺ ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 റേറ്റ് 4500. നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്ത റേറ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ട് എൻറ്റർ ചെയ്യാം. അഗൈൻ എൻറ്റർ. അപ്പോൾ ഇനി ഒരു സ്റ്റോക്ക് ഇല്ല, സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എൻറ്റർ ചെയ്യുക. അപ്പോൾ 2 ടൈംസ് എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലെഡ്ജർ സെലക്ട് ചെയ്യേണ്ട പ്ലേസിലോട്ട് വരും. ഇവിടെ എനിക്ക് വേണ്ടത് CGST ആണ്. CGST സെലക്ട് ചെയ്തു, അതുപോലെ തന്നെ GST സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് നോട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വൗച്ചർ ഒന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തു. അപ്പോൾ നമ്മുടെ 2 വൗച്ചേഴ്സും സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ ഒന്ന് റിപ്പോർട്ടിൽ പോയി നോക്കാം. റിപ്പോർട്ട് എടുക്കാനായിട്ട് Alt+G അല്ലെങ്കിൽ ഗോ ടു ബട്ടൺ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ഗേറ്റ്വേ ടാലിയിൽ പോയിട്ട് അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ കോമൺ റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഇതുണ്ടോ, കോമൺ റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഹെഡ് ഉണ്ട്. അതിനകത്ത് സ്റ്റോക്ക് സമ്മറിയിൽ പോയാലും മതിയാവും. അപ്പോൾ ഞാനിവിടെ സ്റ്റോക്ക് സമ്മറി എടുക്കുകയാണ്, അല്ലെങ്കിൽ ഗോഡൗൺ സമ്മറി എടുക്കാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗോഡൗണിലാണ് നിങ്ങൾക്ക് നോക്കേണ്ടെങ്കിൽ അങ്ങനെ നോക്കാം, അല്ല ടോട്ടൽ സ്റ്റോക്ക് ചെക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റോക്ക് സമ്മറി ചെക്ക് ചെയ്യുവാണ്. സ്റ്റോക്ക് സമ്മറിയിൽ ആക്ച്വലി ലാപ്ടോപ്പ് ബാറ്ററി എന്ന് പറയുമ്പോൾ ലാപ്ടോപ്പ് പെരിഫറൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തായിരിക്കും ഉണ്ടാവുക. അപ്പം ഞാൻ ആദ്യം അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ലാപ്ടോപ്പ് പെരിഫറൽസ് സെലക്ട് ചെയ്തു. അപ്പോൾ കണ്ടോ, ലാപ്ടോപ്പ് ബാറ്ററി നമുക്കിപ്പോൾ 95 ആയിട്ടുണ്ടോ. ആദ്യം നമുക്ക് ക്വാണ്ടിറ്റി എത്രയായിരുന്നു? 100 ആയിരുന്നു. അപ്പോൾ പർച്ചേസ് റിട്ടേൺ ചെയ്തപ്പോൾ സാധനം പർച്ചേസ് ചെയ്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 100 ആണ്. ആ 100ൽ നിന്ന് 5 നമ്മൾ അങ്ങോട്ട് റിട്ടേൺ ചെയ്യുമ്പോൾ 5 അവിടെ മൈനസായി ഡിഡക്റ്റായി 95 ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത് ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവും 120 ആയിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഇനി സെയിൽ ചെയ്ത സാധനം, ഓൾറെഡി പോയ സാധനം നമുക്ക് വീണ്ടും റിട്ടേൺ വരുവാണ്. അപ്പോൾ വീണ്ടും ഇന്നാവുകയാണ്. അപ്പോൾ നമുക്ക് 2 ക്വാണ്ടിറ്റി അവിടെ കൂടിയിട്ടുണ്ട്, 122 ആയിട്ടുണ്ട്. അപ്പോൾ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ എക്സസൈസിലോട്ട് പോവാം ഇന്നത്തെ. അപ്പോൾ എക്സസൈസിന് വേണ്ടിയിട്ട് സിൽവർ ലൈൻ സിസ്റ്റം ഓൾറെഡി നമ്മുടെ എല്ലാ എക്സസൈസും ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക. പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പർച്ചേസ് സെയിൽസ് ചെയ്തതിന് ശേഷം വേണം റിട്ടേൺ ചെയ്യാൻ. എല്ലാം ഓൾറെഡി ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിട്ടേൺസ് നിങ്ങൾ റെക്കോർഡ് ചെയ്താൽ മതി. അപ്പോൾ 2 എൻട്രീസ് നമ്മുടെ സെയിം എൻട്രീസ് തന്നെയാണ്, ജസ്റ്റ് ക്വാണ്ടിറ്റി പാർട്ടിയൊക്കെ മാറുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഈ 2 എൻട്രീസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്